ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ആൻഡ്രോയിഡ് മൊബൈലിൽ എങ്ങനെയാണ് ഗൂഗിൾ പേ ഇൻസ്റ്റാൾ ചെയ്യുക എന്നതാണ് ഈ വീഡിയോ നോക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മളാദ്യം പ്ലേ സ്റ്റോറിൽ, നമ്മുടെ മൊബൈലിലെ പ്ലേ സ്റ്റോറിലാണ് പോകേണ്ടത്. ആദ്യം പ്ലേ സ്റ്റോറിൽ നമുക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ടുള്ള നിരവധിയായ ആപ്പുകൾ നമുക്ക് ഈ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. നമുക്ക് ഗെയിംസ് ഡൗൺലോഡ് ചെയ്യാനായാലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ആപ്സുകൾ ഡൗൺലോഡ് ചെയ്യാനായാലും എല്ലാം നമുക്ക് ഗൂഗിൾ പ്ലേയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് അത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള സോഫ്റ്റ്വെയർ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ജസ്റ്റ് സെർച്ചിൽ പോയിട്ട് ഗൂഗിൾ പേ എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഇവിടെ ഇതിൻ്റെ മൊബൈൽ ഓൾറെഡി ഈ ഗൂഗിൾ പേ ഇൻസ്റ്റാൾഡ് ആണ്. അതുകൊണ്ടാണ് ഇതിലിവിടെ ഓൾറെഡി ഇൻസ്റ്റാൾഡ് എന്ന് കാണിക്കുന്നത്. ഇതിലിവിടെ അപ്ഡേറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമാണ് കാണുന്നത്. കാരണം അപ്ഡേറ്റ് ചെയ്യാനാണ് പറ്റുക, കാരണം ഇത് ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. അപ്പോൾ ഓൾറെഡി ഇൻസ്റ്റാൾഡ് അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരു ആപ്പ് എടുത്തിട്ട് ഇങ്ങനെ ഇൻസ്റ്റാൾ എന്നൊരു ബട്ടൺ കാണുന്നത് ബ്ലൂ കളറിൽ കാണുന്നുണ്ടല്ലോ, ഇതുപോലെ ബ്ലൂ കളറിൽ തന്നെ ഗൂഗിൾ പേയിലും ഇങ്ങനെ ഇൻസ്റ്റാൾ എന്നുള്ളൊരു ഓപ്ഷൻ കാണിക്കുന്നതാണ്. ഈ ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞ ബ്ലൂ ലൈനിൽ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് സോഫ്റ്റ്വെയർ ഡൗൺലോഡായി, ആൻഡ്രോയിഡ് ആപ്പ് ഡൗൺലോഡായിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ ഓൾറെഡി ഞാൻ ഗൂഗിൾ പേ ഇൻസ്റ്റാൾ ചെയ്ത കാരണമാണ് ഇതിൽ ഇൻസ്റ്റാൾഡ് എന്ന് കാണിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാം. .77 MB ആണ് അപ്ഡേഷനായിട്ട് വേണ്ടത്. 100% അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് കണ്ടോ, ഇൻസ്റ്റാൾ എന്നുള്ള ഓപ്ഷൻ വന്നു. അതായത് ഡൗൺലോഡ് ആവും. ഇതിലിപ്പോൾ ഓൾറെഡി ഡൗൺലോഡ് ആയ കാരണം നമുക്ക് അപ്ഡേഷൻ എന്നുള്ള ഓപ്ഷനാണ് കാണിച്ചത്. അതിൽ നമ്മൾ അപ്ഡേഷൻ കൊടുത്തപ്പോൾ അത് ഓപ്പൺ ചെയ്യാവുന്ന രീതിയിലേക്കായി. ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്കിപ്പോൾ ഗൂഗിൾ പേ ഇങ്ങനെ നമുക്ക് ഇതിൻ്റെ പിന്നടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് നമ്മൾ പിൻ സെറ്റ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. പിന്നടിച്ച് കഴിഞ്ഞാൽ ഓപ്പൺ ആവുന്നതാണ്. ഇതിൽ നമ്മൾ ഗൂഗിൾ പേ ഇൻസ്റ്റാൾ ചെയ്ത് നമുക്ക് നിരവധിയായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈൽ റീചാർജ് ചെയ്യാം നമുക്ക്, അല്ലെങ്കിൽ DTH കേബിൾ തുടങ്ങിയ സർവീസിൻ്റെ ബില്ലുകളെല്ലാം നമുക്ക് അടയ്ക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ബില്ലുകൾ, അതുപോലെ തന്നെ ഫാസ്ടാഗ് റീചാർജ്, അങ്ങനെ പിന്നെ ഫണ്ട് നമുക്ക് ഒരാളിൽ നിന്ന് വേറെ ആൾക്ക് അയച്ചു കൊടുക്കുക. അങ്ങനെ ഒരുപാട് ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു ആപ്പാണ് ഇത്. എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്യുക.